ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് തൂരപ്പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ഇടത്തരം ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളക് നമ്മൾ എരിവിന് അനുസരിച്ച് എടുക്കുക. ഇവിടെ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഈ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അതുപോലെ നമുക്ക് തക്കാളിക്കയും വെണ്ടയ്ക്കയും നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. നമുക്ക് ഒന്നിച്ചത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു തക്കാളിക്ക് ഒരു 3 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങക്കോല് ഞാനിത് വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ അത് കുതിരാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പും പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പിന് ഒട്ടും വേവില്ലാത്ത പരിപ്പാണ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നിച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ഒത്തിരി വേവുള്ളതാണെങ്കിൽ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പച്ചക്കറികൾ വേവിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കയും വെണ്ടയ്ക്കയൊക്കെ നമുക്ക് ഇച്ചിരി ഓയിലൊഴിച്ച് ഒന്ന് പാനിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലൊഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ഓയിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് വഴറ്റാതെ ഡയറക്റ്റായിട്ടും വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. പക്ഷേ ഒന്ന് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചൊന്ന് വഴറ്റുവാണെങ്കിൽ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പും മാറിക്കിട്ടും. അതേപോലെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. വെണ്ടയ്ക്കായ മുരിങ്ങക്കോലും ഒന്നും ഉടഞ്ഞു പോകത്തുമില്ല. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കായ മുരിങ്ങക്കോലും തക്കാളിക്കയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കടുകൊക്കെ വറുത്തിടാം. ഞാനിതൊന്ന് പുളിയൊക്കെ ഒഴിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒത്തിരി കട്ടി പോലെ ഇരിക്കാൻ പാടില്ല സാമ്പാർ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ആ പുളി ഇടയ്ക്ക് പുളി നോക്കിയിട്ട് പുളിയും ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുകയോ ചെയ്യണം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി ആയാൽ കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ മതിയായിരിക്കും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലൊരു സ്മെല്ലും വരും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഇത് 3ഉം ഒന്ന് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ മസാലയൊന്നും ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഒത്തിരി തീ കൂട്ടിയിട്ടാൽ നമ്മുടെ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ മൂപ്പിച്ചിട്ട് മസാലയൊക്കെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ പാൻ ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കായം നമുക്ക് ഇതിലോട്ട് ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് കായപ്പൊടിയാണ്. കായം കഷ്ണമായിട്ടുണ്ടെങ്കിൽ എടുത്ത് നമ്മൾ പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. എനിക്ക് കായപ്പൊടി ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്